ഇലക്ഷൻ കമ്മീഷൻ ബൂത്ത് ലെവൽ ഏജന്റുമാരിലൂടെ SIRനുള്ള എന്യൂമറേഷൻ ഫോം ഇതിനോടകം തന്നെ കേരളത്തിൽ എല്ലാ വീടുകളിലും എത്തിച്ചു കഴിഞ്ഞു. പക്ഷേ പകുതിയിലധികം ആളുകളും ഒട്ടും പ്രാധാന്യം നൽകാതെ ആണ് ഇതിനോട് പ്രതികരിക്കുന്നത്. ഇത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ മാത്രമുള്ളതാണ് എന്നതാണ് പലരും ചിന്തിക്കുന്നത്. പല ആളുകളും കിട്ടിയ ഫോം അതേപടി വെച്ചിരിക്കുകയാണ്. ഫോം പൂരിപ്പിച്ച പല ആളുകളും ഫോറത്തിലെ മിക്ക കോളങ്ങളും ഒഴിവാക്കിയിട്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഫോറം നിങ്ങൾക്ക് വേണ്ടി ആര് പൂരിപ്പിക്കും? BLO പൂരിപ്പിക്കുമെന്ന് പറയുമായിരിക്കും. എന്നാൽ അവർക്ക് പരിധിയുണ്ട്. ഒരു ഫോറം കൃത്യമായ ഡേറ്റ ശേഖരിച്ച് പൂരിപ്പിക്കുവാൻ 15 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ സമയം ചെലവഴിക്കേണ്ടതായുണ്ട്. ഒരു BLOയ്ക്ക് ഇതുപോലെയുള്ള 1000 മുതൽ 1600 ആളുകളുടെ ഫോറത്തിന്റെ ഉത്തരവാദിത്വമാണ് ഉള്ളത്. എല്ലാ ഫോറങ്ങളും അവർ തന്നെ പൂരിപ്പിച്ച് എന്ന് തീരാനാണ്. അതുകൊണ്ട് ഫോറം അവരെ പൂരിപ്പിക്കുവാൻ ഏൽപ്പിച്ചാൽ നിങ്ങളുടെ പല വിവരങ്ങളും അവിടെ ബ്ലാങ്ക് ആയി തന്നെ കിടന്നിരിക്കും. ഫോറം BLO തനിയെ പൂരിപ്പിച്ചാൽ ചെറിയ അക്ഷരതെറ്റുകളോ അക്കങ്ങൾ മാറുവാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഉത്തരവാദിത്തത്തോടെ ഫോറം പൂരിപ്പിക്കുക. അതിനുള്ള നിർദ്ദേശങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ നടത്തുന്ന SIR പോലെ 2002 ഒരു SIR നടന്നിരുന്നു. ആ ലിസ്റ്റുമായി നിങ്ങൾക്കുള്ള ബന്ധം തെളിയിക്കുകയാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറഞ്ഞതുപോലെ SIR എന്നാൽ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 40 വയസ്സിൽ കൂടുതലുള്ള ആളാണെങ്കിൽ 2002 ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിലും കുറവ് പ്രായമേ ഉള്ളെങ്കിൽ 2002 ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാകില്ല. എന്നാൽ നിങ്ങളുടെ മാതാപിതാക്കൾ ആരെങ്കിലും 2002 ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും. അത് മതി. ഇനി അടുത്ത കാര്യം പറയാം. 2002 ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് നോക്കാം. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ എടുത്ത് ഗൂഗിൾ സെർച്ച് ഉപയോഗിച്ച് വോട്ടർ ലിസ്റ്റ് 2002 കേരള, വോട്ടർ ലിസ്റ്റ് 2002 കേരള എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ceo.kerala.gov.in എന്നുള്ള കേരള ഇലക്ഷൻ കമ്മീഷന്റെ വെബ് ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ SIR 2002 അതിന്റെ വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടെ ഒന്നെങ്കിൽ നിങ്ങളുടെ പേര് 2002 ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കാം. നിങ്ങൾക്ക് അന്ന് 18 വയസ്സ് പൂർത്തിയായില്ലെങ്കിൽ നിങ്ങളുമായി രക്തബന്ധമുള്ള പിതാവ് അല്ലെങ്കിൽ മാതാവ് അല്ലെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി ഇവരുടെ ആരുടെയെങ്കിലും പേര് ആ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കാം. ഇവരാരുമില്ലെങ്കിൽ ഈ നിങ്ങളുടെ മാതാപിതാക്കളുടെ മാതാപിതാക്കൾ അവരുടെ പേര് നൽകി അവർ ഈ ലിസ്റ്റിൽ ഉണ്ടോ എന്നും നോക്കിയാൽ മതി. ഓപ്പൺ ആയി വരുന്ന ഈ വിൻഡോയിൽ ആദ്യമേ നിങ്ങളുടെ ജില്ല, ഡിസ്ട്രിക്ട് എന്നതിന് തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ നിയമസഭാ നിയോജക മണ്ഡലം LAC എന്നതിന് നേരെ നിയമസഭാ നിയോജക മണ്ഡലം തിരഞ്ഞെടുക്കുക. തുടർന്ന് 2002 നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ രക്തബന്ധമുള്ളയാൾ വോട്ട് ചെയ്ത ബൂത്ത് നെയിം തിരഞ്ഞെടുക്കുക. ഏതെങ്കിലും സ്കൂൾ അല്ലെങ്കിൽ സ്ഥാപനമാകാം ബൂത്ത് ആയിരുന്നത്, അത് ആ ലിസ്റ്റിൽ നിന്ന് തപ്പിയെടുക്കുക. തുടർന്ന് താഴെ 3 കോളങ്ങൾ കാണാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതി. അത് മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം. ഏറ്റവും എളുപ്പം നിങ്ങളുടെ വീട്ടുപേര് നൽകുന്നതാണ്. തുടർന്ന് സെർച്ച് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ 2002 ലിസ്റ്റിൽ പേരുള്ള എല്ലാവരുടെയും ഡീറ്റെയിൽസ് കിട്ടും. എന്നാൽ വോട്ടേഴ്സ് ഡിഡിന്റ് ഫൗണ്ട് എന്ന് എഴുതി കാണിച്ചാൽ ബൂത്ത് നെയിം പരിശോധിക്കുക. വേറെ ഏതെങ്കിലും ബൂത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ബൂത്ത് സെലക്ട് ചെയ്ത ശേഷം വീണ്ടും സെർച്ച് ചെയ്യുക. ഒരു കൃത്യം ബൂത്തിൽ തന്നെയാണ് വോട്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ വിലാസത്തിന് പകരം പേര് മാത്രം ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഒന്നുകൂടെ പേരിന്റെ അല്ലെങ്കിൽ വിലാസത്തിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. എന്നിട്ട് വീണ്ടും സെർച്ച് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ബന്ധുവിന്റെ പേര് 2002 ഈ ലിസ്റ്റിൽ നിന്ന് കണ്ടെത്തുവാൻ കഴിയും. കണ്ടെത്തിയാൽ ഉടൻ തന്നെ ആ വിവരങ്ങൾ എഴുതി വെക്കുക. ബന്ധുവിന്റെ പേര്, റിലേഷൻ, ID നമ്പർ, പാർട്ട് സീരിയൽ നമ്പർ എന്നിങ്ങനെ ഈ 6 കാര്യങ്ങളാണ് ഫോം പൂരിപ്പിക്കാനായി നിങ്ങൾ എഴുതി വെക്കേണ്ടത്. പാർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ ഭാഗം നമ്പർ, പാർട്ട് സീരിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ ക്രമ നമ്പർ. ഇതിനൊപ്പം നിങ്ങൾ മുകളിൽ കണ്ടുപിടിച്ച നിയമസഭാ നിയോജക മണ്ഡലം അത് തിരഞ്ഞെടുത്തപ്പോൾ അതിനൊപ്പം കണ്ട ആ നമ്പർ കൂടി എഴുതി വെക്കുക. നിയമസഭാ നിയോജക മണ്ഡലം നമ്പർ ഇത് എഴുതി വെക്കുക. അതും ഫോമിൽ എഴുതേണ്ടത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ പ്രധാന ഘട്ടം കടന്നു കഴിഞ്ഞു. 2002 ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുമായി രക്തബന്ധമുള്ള ആളെ നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങൾ വോട്ടവകാശമുള്ള ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാനും നിങ്ങൾക്ക് ഇന്ത്യൻ വേരുകൾ ഉണ്ടെന്ന് തെളിയിക്കുവാനും ഇത് മതി. ഇനിയിപ്പോൾ സിമ്പിളായി എന്യൂമറേഷൻ ഫോം നിങ്ങൾക്ക് പൂരിപ്പിക്കാം. ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക. നിങ്ങളുടെ കയ്യിലുള്ള വോട്ടർ ID കാർഡും ആധാർ കാർഡും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും എടുത്തുകൊണ്ടുവരിക.
ഒരു പെൻസിൽ അല്ലെങ്കിൽ ഒരു പേന എടുക്കുക. ഇനി നമുക്ക് പൂരിപ്പിച്ചാലോ? അതിനു മുൻപ് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നിങ്ങളുടെ പേര് 2002 ലിസ്റ്റിൽ കണ്ടെത്തിയോ? എങ്കിൽ ഇടതുവശത്തെ വീഡിയോ തിരഞ്ഞെടുക്കുക. അതിൽ പറയുന്നത് പോലെ ഫോം പൂരിപ്പിക്കുക. ഇനി നിങ്ങളുടെ പേര് 2002 ലിസ്റ്റിൽ ഇല്ല, നിങ്ങളുടെ ബന്ധുവിന്റെ പേരാണ് 2002 ലിസ്റ്റിൽ കണ്ടെത്തിയത് എങ്കിൽ വലതുവശത്തെ വീഡിയോ തിരഞ്ഞെടുക്കുക. അപ്പോൾ നേരെ അങ്ങോട്ട് പോക്കോ, ഞാൻ അവിടെയുണ്ട്.